ഇപ്പൊ രണ്ട് ഡിസീസാണ് നമുക്ക് ഈ രീതിയിൽ പഠിക്കാനുള്ളത്. ഒരെണ്ണം ഡയബറ്റിസ്, രണ്ടാമത്തത് കാർഡിയോവാസ്കുലർ ഡിസീസിന്റെ മാനേജ്മെന്റ് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്നുള്ള രീതിയിലാണ്. കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് ദർ മാനേജ്മെന്റ്, അങ്ങനെ രണ്ട് സെക്ഷനാണ്. ഡയബറ്റീസ് എന്ന് ഏതായാലും തീരും, മറ്റത് കുറച്ച് ചിലപ്പോൾ എടുത്തീർക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഡയബറ്റിസ് കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പല ഭാഗങ്ങളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡയബറ്റിസ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിസ്, വാട്ട് ഈസ് ഡയബറ്റിസ് മെലിറ്റസ് എന്നെല്ലാം പറയുന്നത്. നമ്മളൊരു ഡയബറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിസിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവല് അത് നമ്മൾ ഒരു നോർമൽ ലെവലുണ്ട്, 80-120 എന്ന് പറയുന്നതാണ് ഒരു ആ ഒരു ലെവലിന് മുകളിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ ഒരു 80ക്ക് 100ന് മേലെ അങ്ങ് പോകുമ്പോഴാണ് ഇത് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് പറയുന്നത്. ഹൈ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഈ ഹൈ ബ്ലഡ് പ്രഷറിന്റെ ഹൈ ബ്ലഡ് ഷുഗറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഷുഗർ പല രീതിയിൽ ബോഡിയുടെ വർക്കിങ്ങിനെ എഫക്ട് ചെയ്യും. ഏതാണ്ട് എല്ലാ ഓർഗൻസിനെയും തന്നെ ഈ ഡയബറ്റിസ് മെലിറ്റസ് എഫക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനിയുള്ള സിംറ്റംസ് പറയുമ്പോൾ ഞാൻ അതേക്കുറിച്ച് പറയാം. അപ്പോ സാധാരണ നമ്മളുടെ ബോഡിയിൽ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. ആൻഡ് ദിസ് പാൻക്രിയാസ് സെക്രീറ്റ് മെയിൻലി 2 ടൈപ്സ് ഓഫ് ഹോർമോൺ. ഒരെണ്ണത്തിന് നമ്മൾ ഇൻസുലിൻ എന്നാണ് പറയുന്നത്. അനദർ ഹോർമോൺ ഈസ് നോൺ ബൈ ദ നെയിം ഗ്ലൂക്കാഗോൺ. ഇത് രണ്ടും ഏകദേശം ഒരു പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോർമോണാണ്. ഇൻസുലിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ വിൽ ബി കൺവെർട്ടിങ് ദ ഗ്ലൂക്കോസ് ഇൻ ടു ദ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറ്റും. അങ്ങനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ട് മാറ്റുമ്പോൾ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ്, ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് വിൽ ഡിക്രീസ്. But in the absence of insulin, what will happen is that there will not be any conversion of glucose into the glycogen. As a result, what will happen? The level of blood, level of glucose, or level of sugar in the blood will be increased. So this state is what we scientifically called by the name diabetes mellitus. There is an increased level of blood glucose in the blood. അതാണ് നമ്മൾ ഡയബറ്റിസ് മെലിറ്റസ് എന്ന രീതിയിൽ പറയുന്നത്. ഇനി മറ്റേ ഗ്ലൂക്കാഗോണിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കാഗോൺ നേരെ തിരിച്ചുള്ള ഒരു പ്രവർത്തനം. ഗ്ലൂക്കാഗോൺ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി കൺവെർട്ടിംഗ് ദ ഗ്ലൈക്കോജൻ ഇൻ ടു ദ ഗ്ലൂക്കോസ്. നോർമലി ഇൻ അവർ ബോഡി ദർ ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ദീസ് ടു ഹോർമോൺ. ബട്ട് സംടൈംസ് വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് ഇൻ സം ഫ്യൂ ഇൻഡിവിജ്വൽസ് there will be some problem in the insulin secreted or in the level of insulin secreted. In such people, what happens is that the body may not be able to convert this glucose into the glycogen. And as a result, there will be higher level of glucose in the blood. ഇതാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഈ ഡയബറ്റിസിനെ നമ്മൾ മൂന്ന് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് സാധാരണ പറയുന്നുണ്ട്. We have identified 3 different types of diabetes. അതിനെ type 1 diabetes, type 2 diabetes and type 3 അഥവാ gestational diabetes എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. And coming to the type 1 diabetes, in the case of type 1 diabetes, what is the situation is that the body may not be producing any insulin. ഇത് സംഭവിക്കുന്നത് നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, our own immune system will be attacking and destroying the insulin secreting cells in the pancreas. Pancreas ചില particular cells ആണ് which are responsible for the production of insulin, and these cells are known by the name beta cells. നമ്മുടെ ചില അപൂർവ കേസുകളിൽ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നാണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പൊ ചില അപൂർവമായിട്ട് വളരെ കുറച്ച് ആളുകളിൽ ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. ദാറ്റ് their immune system will be attacking and destroying the beta cells of the pancreas, so that the pancreas may not be producing any insulin. Type 1 ഡയബറ്റിസിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് type 1 ഡയബറ്റിസിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ തന്നെ ഉണ്ടാവില്ല. There won't be any production
ഇൻസുലിൻ ഇൻ കേസ് ഓഫ് ടൈപ്പ് 1 ഡയബറ്റിസ്. അപ്പൊ അത് കുട്ടികളിലാണ് സാധാരണ നമ്മൾ എയർലി ആയിട്ട് കാണുന്നത്. കുട്ടികളിലും അത് ആ കുട്ടി വലുതാവുന്നോറും ആ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. സോ അതാണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ആൻഡ് ദ പ്രൈമറി റീസൺ ഫോർ ടൈപ്പ് 1 ഡയബറ്റിസ് ഇസ് ദാറ്റ് there is autoimmunity അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ദാറ്റ് അവർ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് അറ്റാക്കിങ് അവർ ഓൺ ബോഡി സെൽസ്. ചില അപൂർവം പല കേസുകളിൽ ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് കാണാറുണ്ട്. അത് ഇപ്പൊ ഇൻസുലിന്റെ കേസ് മാത്രമല്ല, വേറെ പല രോഗങ്ങൾക്കും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ചില ജനറ്റിക് ആയിട്ടുള്ള ചില റീസൺസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുക. അതിനപ്പുറത്തേക്ക് വേറൊരു ഇതൊന്നുമില്ല. പറയാം ഇൻസുലിൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്നിട്ടാണ് പല രീതിയിൽ ഇൻസുലിൻ നമുക്ക് അനിമൽസിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻസുലിൻ വലിയ പ്രോബ്ലം നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ഇഞ്ചക്ട് ചെയ്താൽ ഉണ്ടാക്കാറില്ല, വലിയ അലർജിക് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ മറ്റുള്ള അനിമൽസിൽ നിന്ന് എടുക്കുന്ന ഇൻസുലിൻ ആണ് ഹ്യൂമൻ ബീങ്സ് ഇപ്പൊ മെഡിക്കൽ ഷോപ്പിൽ ഇൻസുലിൻ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അങ്ങനത്തെ ഇൻസുലിൻ ദിവസവും ഇഞ്ചക്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ചെറിയ സിറിഞ്ച് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് മാത്രമാണ് നമ്മൾക്ക് ഇതിന്റെ കേസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോ ഇതാണ് ടൈപ്പ് 1 ഡയബറ്റിസിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നോർമലി പറയുന്ന ടൈപ്പ് ഡയബറ്റിസ്. എല്ലാവർക്കും അറിയാവുന്ന ഡയബറ്റിസ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ്. ടൈപ്പ് 2 ഡയബറ്റിസ് നമ്മൾ ഒരു അഡൽട്ട്ഹുഡിലാണ് വരുന്നത്. സാധാരണ ഒരു മിഡിൽ ഏജ് അല്ലെങ്കിൽ ഓൾഡർ പീപ്പിളിലൊക്കെയാണ് ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത്. പക്ഷെ ചില അപൂർവം കേസുകളിൽ ചൈൽഡ്ഹുഡിലും കുട്ടികളിലും ഒക്കെ ടൈപ്പ് 2 ഡയബറ്റിസ് വരാം. ബട്ട് ജനറലി ദിസ് ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ഇസ് കോമൺ ഇൻ അഡൽട്ട് ഓർ മിഡിൽ ഏജ്ഡ് പീപ്പിൾ ഓർ ഓൾഡർ പീപ്പിൾ. ഇതാണ് ഏറ്റവും അധികം കോമൺ ആയിട്ടുള്ള ഒരു ഡയബറ്റിസ്. ഇപ്പൊ വേൾഡ് വൈഡ് എടുത്തു കഴിഞ്ഞാൽ പോലും ഡയബറ്റിസ് വളരെ കോമൺ ആണ് പല രാജ്യങ്ങളിൽ. ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരു ഡയബറ്റിസ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് പലപ്പോഴും. കാരണം അത്രയധികം ആളുകൾക്ക് ഡയബറ്റിസ് ഉണ്ട്. എത്രമാത്രം കോമൺ ആണ് ഡയബറ്റിസ് എന്ന് അതാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ജീവിത രീതി തന്നെയാണ്. നമ്മുടെ ലാക്ക് ഓഫ് എക്സർസൈസും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇൻടേക്കിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ അത് പരിഹരിക്കാത്ത കാലത്തോളം ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് ഉണ്ടാവും. അത് അപ്പൊ ബേസിക് ആയിട്ട് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റേണ്ട കുറെ കാര്യങ്ങളൊന്നും മാറ്റിയാലേ പറ്റുള്ളൂ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഡയബറ്റിസ് എന്ന് പറയുന്നത് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ആണ്. ഇത്തരം ഡയബറ്റിസ് വരുന്നത് പ്രഗ്നൻസിയിലാണ്. കുറച്ച് സ്ത്രീകളിലെല്ലാം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഡയബറ്റിസ് ഈസ് ഹയർ ബ്ലഡ് ഷുഗർ ഈസ് റിപ്പോർട്ടഡ് ഓർ ഡിറ്റക്റ്റഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. അതിനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ മീൻസ് റിലേറ്റഡ് വിത്ത് ബർത്ത് എന്നാണ് ജസ്റ്റേഷണൽ എന്ന് പറഞ്ഞാൽ. സോ ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റിസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനെയാണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഡയബറ്റിസിന്റെ ഒരു വലിയ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഈ ഒരു ഡയബറ്റിസ് റിപ്പോർട്ട് ചെയ്താൽ then you have a higher chance of developing type 2 diabetes in future. അതാണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിസ്. ചിലപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആ മാസങ്ങൾ കൊണ്ട് അതങ്ങോട്ട് പോവും. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ then the woman has to be very careful, otherwise she has a higher chance of developing type 2 diabetes. അതാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഡയബറ്റിസ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഒന്നും കൃത്യമായിട്ടില്ല. എന്തുകൊണ്ട് ഉദാഹരണമായിട്ടും ചില ആളുകളുടെ ജീവിത രീതി നിങ്ങൾ കണ്ടു കാണും. അവരിഷ്ടം പോലെ തിന്നും, വാരി വലിച്ച് തിന്നും, ഒരു എക്സർസൈസും ചിലപ്പോൾ ചെയ്യില്ല, ഒരു രോഗവും ചിലപ്പോൾ കാണില്ല. വേറെ ചിലവര് വളരെ ലിമിറ്റഡ് ആയിട്ട് തിന്നും, അത്യാവശ്യം എക്സർസൈസ് ചെയ്യും, പക്ഷെ അവർക്ക് ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ ജനറ്റിക്കൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. സംടൈംസ് ജീൻസ് ആയിരിക്കും റെസ്പോൺസിബിൾ. അപ്പൊ അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു
ഒരു കാഴ്ചപ്പാട് സയൻസിന് ഇതുവരെ ആയിട്ടില്ല. അത്തരത്തിൽ പല റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ഒരു വേഗ് ക്ലൂസ് മാത്രമാണ് വരുന്നത്. ഉദാഹരണമായിട്ട് കൊറോണ നമുക്ക് വരുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ട് ചിലവർക്ക് കൊറോണ വരുന്നു, ചിലർക്ക് വരുന്നില്ല? ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ചിലരുടെ ദേ ഹാവ് ബെറ്റർ ഇമ്മ്യൂണിറ്റി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വൈ ദാറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ദർ ജീൻസ് ആർ റെസ്പോൺസിബിൾ. ഏത് ജീനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ജീൻസിന്റെയും പറയും. ഹൗ ദാറ്റ് ജീൻ ഈസ് ആക്ടിങ് എന്നുള്ള ആ ഒരു ഇതിനൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ കുറെ നാൾ കാത്തിരിക്കേണ്ടി വരും. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് സം പീപ്പിൾ ആർ പ്രിവെന്റിങ് അറ്റാക്ക് ഓഫ് കൊറോണ ഓർ സം പീപ്പിൾ വോണ്ട് ഹാവ് ദിസ് ഡയബറ്റിസ്. അങ്ങനെയുള്ള കാലത്ത് ഇനിയും കുറെ നാൾ മുന്നോട്ട് ചിലപ്പോൾ പോകേണ്ടി വരും നമ്മൾ. ഇതാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഡയബറ്റിസിനെ കുറിച്ച് വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സിലൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഇന്ന് ഒരു ഏകദേശം 2020 ഒരു കണക്കാണെങ്കിൽ ഏകദേശം അമേരിക്കയിൽ ഒരു 34 മില്യൺ പീപ്പിൾ ആണ്. അതായത് 340 ആളുകൾക്കാണ് ഡയബറ്റിസ് ഉള്ളത്. അമേരിക്കയുടെ പോപ്പുലേഷൻ അറൗണ്ട് 35 crores കണ്ടുവാ. എന്ന് വെച്ചാൽ ഒരു 10% ഓഫ് അമേരിക്കൻ പോപ്പുലേഷൻ ഹാസ് ഡയബറ്റിസ്. ഏതാണ്ട് ഞാൻ അമേരിക്കയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞത് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു കണക്ക് അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കും. അമേരിക്കയിൽ 10% ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഹാവിംഗ് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് 10 or 20% ഓഫ് അവർ പോപ്പുലേഷൻ ഈസ് ഹാവിംഗ് ഡയബറ്റിസ് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. കാരണം ഇന്ത്യയിലെയും എല്ലാ കാര്യങ്ങളും ഒരു മറ്റുള്ള രാജ്യങ്ങളിൽ അത്രയും ഒരു ഹയർ ലെവൽ ഓഫ് റിപ്പോർട്ടിംഗ് ഒന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഹെൽത്ത് സെന്റേഴ്സും മെഡിക്കൽ ഫെസിലിറ്റീസ് എന്തുമാത്രമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവിടെ നിന്ന് ലഭിക്കുന്ന കണക്കുകളൊക്കെ എത്രമാത്രം റിലയബിൾ ആയിരിക്കും എന്നിപ്പോ കൊറോണയുടെ കേസിൽ പോലും നമുക്കറിയാം. ഗവൺമെന്റ് ഒരു കണക്ക് പറയുന്നു, നമ്മൾ ആരും അത് കണ്ണുകൊടുത്ത് വിശ്വസിക്കാറില്ല. കാരണം വീനോ ദിസ് അണ്ടർ റിപ്പോർട്ടിങ്, എവറിബഡി ന്യൂസ് ദാറ്റ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാലും അതൊന്നും 100% സത്യമായിരിക്കില്ല എന്നെല്ലാവർക്കും. കാരണം എന്താ, നമുക്കറിയാം അതാണ് നമ്മുടെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതുപോലത്തെ പ്രോബ്ലം ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ എന്താ പറയാ, ഈ ഒരു ഡയബറ്റീസിന്റെ കേസിൽ we can expect 10 to 20% of our population is having diabetes. ഈ ഇങ്ങനെ കണ്ടുപിടിച്ചതിൽ more than 1 in 4 of them didn't know that they had diabetes. അത് പലപ്പോഴും ചെക്ക് ചെയ്യും. ഇതാണ് ഇതിന്റെ വേറൊരു പ്രശ്നം. ഡയബറ്റിസ് ഇവിടെ നോക്കുന്ന ഐഡന്റിഫൈ ചെയ്ത 4-25% ആളുകൾക്കും they didn't know that they had diabetes. അവർക്ക് പിന്നീട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഡയബറ്റിസ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ കാര്യമായ സിംറ്റംസ് ഒന്നും ചിലപ്പോൾ അത് കാണിക്കുന്നുണ്ടാവും. അത് വളരെ ഒരു ഇതായിട്ട് കിടക്കുന്നുണ്ടാവും. എന്തെങ്കിലും ആവശ്യത്തിന് ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ ബ്ലഡ് എടുക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആണ് ഈ ഡയബറ്റിസ് പലപ്പോഴും ചിലർ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതിനകത്തുണ്ട്. Then diabetes affects 1 in 4 people over the age of 65. അപ്പോ above 65 എന്ന് പറയുന്നത് എന്തുമാത്രം ഡിസീസ് പ്രോൺ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ആഫ്റ്റർ 65 പല രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഏതാണ്ട് 25%, 1 out of 4 people above the age of 65 is having diabetes. അപ്പോ നമ്മൾ ഏജ് കൂടുന്തോറുമാണ് ഈ ഡിസീസ് വരാനുള്ള സാധ്യത കൂടി വരുന്നത്. അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ ശരീരം പ്രായമാവും തോറും നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി കൂടുതൽ സമയവും കൂടുതൽ പണമൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഒരു കാറാണെങ്കിലും ഒരു ബസ്, എന്ത് വാഹനം, അതുപോലെ തന്നെ നമ്മുടെ ശരീരം. വി ഹാവ് ടു കീപ് അവർ എൻജിൻ ഇൻ എ സ്മൂത്ത് വർക്കിംഗ് കണ്ടീഷൻ. എങ്കിലും നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോകും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കുറേയധികം സമയം അതും ശ്രദ്ധയൊക്കെ നമ്മൾ ചെലവഴിക്കണം. ഇതാണ് ഈ പത്തര രോഗങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. Then 90 to 95% of cases in adults are type 2 diabetes. അപ്പൊ നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡയബറ്റിസ് ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റിസ് ടൈപ്പ് 2 ഡയബറ്റിസ് തന്നെയാണ്. ബാക്കി രണ്ടും ഒരു സ്പെഷ്യൽ കേസസ് ആണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആണെങ്കിലും ചൈൽഡ്ഹുഡ് ഡയബറ്റിസ് എന്ന് പറയുന്ന ഡയബറ്റിസ് ആണെങ്കിലും ഒക്കെ അത് സ്പെഷ്യൽ കേസസ് ആണ്. അങ്ങനെ അപൂർവമായ ഒത്തിരി കോമൺ ആയിട്ടൊന്നും അത്ര ഡയബറ്റിസ് വരാറില്ല. അപ്പൊ ഇതിൽ ഏറ്റവും കോമൺ ഇത് ടൈപ്പ് 2 ഡയബറ്റിസ് തന്നെയാണ്. Then if you are age 45 or older and have a family history of diabetes, വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിസ് ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് എപ്പോഴും ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്.
വെയിറ്റ് പല രോഗങ്ങൾക്കും ഒരു എന്താ പറയാ ഒരു സൂചനയാണ്. വെയിറ്റ് ഇല്ലെങ്കിൽ മെലിഞ്ഞായിരിക്കണമെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇരുന്നു, ഒരു കുഴപ്പമില്ല. ഒരിക്കലും അമിതമായിട്ട് വണ്ണം വെക്കാനായിട്ട് ആഗ്രഹിക്കുകയും വേണ്ട. അപ്പൊ അത് വെച്ചാൽ അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കഴിയുന്നത്ര കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഞങ്ങൾ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് വണ്ണം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്നവരും വണ്ണം കൂടിയേ വരുള്ളൂ. അപ്പൊ വണ്ണം ഉള്ളത് പലപ്പോഴും പല പ്രശ്നങ്ങളും, ഒന്ന് ഡയബറ്റീസ് ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, മറ്റുള്ള പല പ്രോബ്ലംസും നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതൊരു വലിയൊരു പ്രോബ്ലം. ഓവർ വെയിറ്റ് ആവുന്നതാണ് പലപ്പോഴും. ഇപ്പൊ അമേരിക്കയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമേരിക്കയിലും പല ആളുകളും വളരെയധികം ഓവർ വെയിറ്റ് ആണ്. നിങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലോട്ടൊക്കെ ഒന്ന് പോയാൽ യൂറോപ്പിൽ അങ്ങനെ വലിയ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒബീസ് ആയിട്ടുള്ള അധികം ആളുകളെ കാണാം. പക്ഷെ അമേരിക്കയിലാണ് കൂടുതലും ഈ ഒബീസ് ആയിട്ടുള്ള ആൾ. അവരുടെ പല ആളുകൾക്ക് എന്തുമാത്രം വണ്ണമാണെന്നൊക്കെ നിങ്ങൾ നോക്കുക, വെറുതെ കാണുമ്പോഴോ ടി വിയിലൊക്കെ കാണുമ്പോൾ നോക്കുക തന്നെ. വളരെയധികം ഒബീസ് ആയിട്ടുള്ള വലിയൊരു പോപ്പുലേഷൻ, മോർ ദാൻ 10% ഓഫ് ദ അമേരിക്കൻ പോപ്പുലേഷൻ ആണ് ഒബീസ് എന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം അമേരിക്കയിൽ ഉണ്ട്. ഇന്ത്യയിലും നമ്മുടെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്നിപ്പം ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ത്യയുടെ ഡെവലപ്പ് അൺഈവൻ ആണ്. അതായത് ഒരു സെക്ടർ ഓഫ് പോപ്പുലേഷൻ ഈസ് ഗെറ്റിംഗ് ഹൈലി റിച്ച്, മറ്റൊരു സെക്ടർ പുവർ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക അൺഈവൻ ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത്. അതപ്പോ മിഡിൽ ക്ലാസ്സും കുറെ കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പുവർ റിമെയിൻസ് പുവർ. അവർക്ക് വലിയൊരു ഡെവലപ്മെന്റ് ഒന്നും ഈ 19-70 വർഷം കൊണ്ട് ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ മിഡിൽ ക്ലാസ്സിലും എബവ് ആവറേജ് ആയിട്ടുള്ള ക്ലാസ്സിലും ഒക്കെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലാണ് ഇന്ത്യയിൽ ഈ ഡയബറ്റസ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. നമുക്ക് ടു ഇൻക്രീസ് അവർ ലെവൽ ഓഫ് എക്സർസൈസ്, അത് നമ്മൾ കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ദെൻ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, റേസ്, certain ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി അത് ഇപ്പോ ഈ ഒരു കൊറോണ വന്നപ്പോൾ തന്നെ ഒത്തിരി അധികം ആളുകൾക്ക് പല ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടിയിട്ടുണ്ടാവും. അത് ഇപ്പോൾ ആശുപത്രിയിലൊന്നും ആളുകൾ പോകാൻ അധികം വില്ലിങ് അല്ലാത്തതൊന്നും നമുക്ക് അറിയില്ല. ഇതൊന്ന് സബ്സൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കൃത്യമായ ഡാറ്റകൾ കൊറോണ എങ്ങനെ ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥേനെയും സാമൂഹികവും മാനസികവും ഫാമിലിനെയൊക്കെ എങ്ങനെ അത് എഫക്ട് ചെയ്തു എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ അതാരും പുറത്ത് പറയുന്നില്ല. കാരണം പുറത്തിറങ്ങി ഡോക്ടർമാരുമായിട്ട് അതുള്ള സാഹചര്യം കുറെ ആശുപത്രി തന്നെ നമ്മൾ ലിമിറ്റ് നിവൃത്തി ഉണ്ടെങ്കിൽ പോവില്ല. അപ്പൊ നിവൃത്തി ഇടുമ്പോൾ മാത്രമാണ് ആശുപത്രിയിലോട്ടൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി നമ്മള് കാരണം വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, അപ്പൊ അത് നമ്മുടെ ശരീരത്തെ പല രീതിയിലും ദോഷം ചെയ്യും. നിങ്ങൾ തന്നെയാണെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുക, കഴിയുന്നത്ര എന്തെങ്കിലുമൊക്കെ എക്സർസൈസിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കളികളോ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ കളിക്കുക. അതിനൊന്നും നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും എക്സർസൈസിലോ ഗെയിംസിലോ ഒക്കെ ഏർപ്പെടുക. അതെല്ലാം നിങ്ങളുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വണ്ണം വെച്ച് വരും, അതൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നീട്. ദെൻ രണ്ടാമതൊരു കാര്യം റേസ് ആണ്. അപ്പൊ ചില റേസിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ബ്ലാക്ക് പോപ്പുലേഷനിൽ അമേരിക്കയിൽ നോക്കിയാൽ അവിടെ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് വൈറ്റ് പോപ്പുലേഷൻ. അതുകൊണ്ട് ചില കേസുകളിൽ ജനറ്റിക്സ് ഈസ് എ റീസൺ. ജനറ്റിക്സ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷന് പൊതുവെ ഡയബറ്റിസ് വരുന്ന സാധ്യത കൂടുതലാണ്. നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും ഈ സൗത്ത് ഈസ്റ്റേൺ കൺട്രീസിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കുക, എസ്പെഷ്യലി തായ്ലൻഡ്. ഞാൻ ഈ കഴിഞ്ഞ 2-3 തവണ തായ്ലൻഡിൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചെന്നപ്പോ എനിക്ക് പലപ്പോഴും അവരോട് അസൂയ തോന്നാറുണ്ട്. കാരണം അവരൊക്കെ ഭയങ്കര മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു വണ്ണമുള്ള ഒരാളെ നമ്മളൊരു റോട്ടിൽ കൂടി നടന്നാൽ ഒരു 5% ആളുകളെ പോലും വണ്ണം, നമ്മുടെ ഒരു കൺസെപ്റ്റിൽ വണ്ണം എന്ന് പറയാൻ മാത്രമുള്ള ആരും തന്നെ ഇല്ല. ഞാൻ 2 തവണ പോയപ്പോൾ എനിക്ക് ഉണ്ടായ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ വളരെ സ്ലിം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ. അതുപോലെ തന്നെ തായ്ലൻഡ്, തൈവാൻ, ആ ഒരു സെക്ടറിലുള്ള ആളുകൾക്ക് അങ്ങനെയല്ല ഇന്ത്യൻസ് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ആളുകൾ. നമ്മൾ കേരളക്കാർ പിന്നെയും ബെറ്ററാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസിനെ ഒന്ന് നോക്കിക്കോ, അവര് ചെറുപ്പമായിരിക്കുമ്പോൾ ഭയങ്കര സ്ലിം ആയിരിക്കും, പ്രായമാകുമ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അത് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഒരു ജനറ്റിക് സെറ്റപ്പ് അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമ്മുടെ എന്താണ് പറയാ ഡയബറ്റിസ് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ജനറ്റിക്കലി വി ആർ പ്രോൺ.
അതിന് നമ്മുടെ ജീൻസിൽ ജീൻസിൽ തന്നെ ഉണ്ട് നമുക്ക് ഡയബറ്റീസ് വരാനുള്ള അല്ലെങ്കിൽ ഓവർ വെയിറ്റ് വരാനുള്ള സാധ്യത. അപ്പൊ അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറെ അധികം പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമുക്കൊരു ഡേഞ്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് എന്താണ് നമ്മളുടെ ആ ഡേഞ്ചർ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്. റേസ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ബ്ലാക്ക് പോപ്പുലേഷൻ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇഫ് യു ഹാവ് എ gestational diabetes, then you have a higher chance of developing type 2 diabetes. ഇനി എന്തൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് ഡയബറ്റിസ് വരാൻ നേരത്ത് ഉണ്ടാവുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് സിംറ്റംസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഇൻക്രീസ്ഡ് ഹങ്കർ. അത് ഡയബറ്റിസ് വരുന്നത് എന്തുകൊണ്ടാണ് ഡയബറ്റിസ് എന്ന പ്രോബ്ലം ഉണ്ടാവുന്നത്? വി ആർ ടേക്കിംഗ് ഫുഡ് ആൻഡ് ഫുഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ്. പക്ഷെ ഗ്ലൂക്കോസ് ഈസ് നോട്ട് എൻറ്ററിങ് ഇൻ ടു ദ ബോഡി സെൽസ്. ബോഡി സെൽസിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നില്ല. ഇറ്റ് വിൽ ബി റിമൈനിങ് ഇൻ ദ ബ്ലഡ് വെസൽ ഇറ്റ്സെൽഫ്. ബ്ലഡിൽ തന്നെ ഗ്ലൂക്കോസ് കിടക്കുകയാണ്. ആൻഡ് ദാറ്റ് ഗ്ലൂക്കോസ് ഈസ് നോട്ട് എൻറ്ററിങ് ഇൻ ടു ദ ബോഡി സെൽസ്. ബോഡി സെൽസിലേക്ക് എൻറ്റർ ചെയ്താലല്ലേ ആ സെൽസിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. അപ്പോ നമ്മുടെ അതായത് ഈ നിങ്ങൾ കേട്ടിട്ട് വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ബോഡിയിൽ ന്യൂട്രിയൻസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഒന്നും ബോഡി സെൽസിന് കിട്ടുന്നില്ല. ആ ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും ഡയബറ്റിസ് ഉള്ളത്. അപ്പൊ ബോഡി സെൽസിലേക്ക് ഗ്ലൂക്കോസ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഹയർ ലെവലായിട്ട് കാണില്ല. പക്ഷെ ബ്ലഡിൽ നിന്ന് ഈ ഗ്ലൂക്കോസ് ബോഡി സെൽസിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. അതാണ് ഡയബറ്റിസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ധാരാളം ഭക്ഷണം കഴിച്ചാൽ നമുക്ക് കടുത്ത വിശപ്പ് അനുഭവപ്പെടുന്നതിനോട് പ്രധാനപ്പെട്ട കാരണം അവർ ബോഡി സെൽസ് ആർ നോട്ട് ഗെറ്റിംഗ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ദ ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഗ്ലൂക്കോസ് തന്നെയാണ്. ഗ്ലൂക്കോസ് സ്റ്റിൽ റിമെയിൻസ് ഇൻ ദ ബ്ലഡ് ബട്ട് ഇറ്റ് ഇസ് നോട്ട് എൻ്ററിങ് ഇൻ ടു ദ ബോഡീസ്. അതാണ് ഡയബറ്റീസിന്റെ കേസിൽ ഹങ്കറും തേഴ്സ്റ്റും ഒക്കെ വളരെയധികം ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യത. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു 70 കിലോ ഒക്കെ ഉണ്ടായിരുന്ന 75 കിലോ ഒക്കെ ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് ലീൻ ആയിട്ട് മെലിഞ്ഞ് ഒരു 55 കിലോയിലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 60 കിലോ ആയിട്ട് 10-15 കിലോ ഒക്കെ സഡൻ ആയിട്ട് ഒരാൾക്ക് വെയിറ്റ് ഡിക്രീസ് വരികയാണെങ്കിൽ that is an indication that he is developing, he is having diabetes. സാധാരണ ഡയബറ്റീസിൽ എന്താണ് പ്രോബ്ലം വരുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ കഴിക്കുന്നുണ്ട് ഭക്ഷണം, പക്ഷെ ഭക്ഷണം ഗ്ലൂക്കോസ് ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് എല്ലാം ബോഡി സെൽസിലേക്ക് എൻ്റർ ചെയ്താലേ ബോഡി സെൽസ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോ ബോഡി സെല്ലിനകത്തോട്ട് ഇത് പ്രവേശിക്കുന്നില്ല. അപ്പൊ സെൽസ് സ്റ്റാർവ് ചെയ്യണേണ്. അപ്പൊ സെൽസ് സ്റ്റാർവ് ചെയ്യുമ്പോൾ പറ്റും സെൽസിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. and the size of the person will also decrease. ഇതാണ് ഡയബറ്റീസിന് സംഭവിക്കുന്നത്. ബോഡി സെൽസ് വിൽ ബി സ്റ്റാർവിങ് ആൻഡ് അതുകൊണ്ട് അതൊരു കുറെ കൂടി തിന്നായി അല്ലെങ്കിൽ ചെറുതായിട്ട് പോകും സെൽസ്. ദെൻ പ്രസൻസ് ഓഫ് കീറ്റോൺസ് ഇൻ ദ യൂറിൻ. യൂറിനിൽ സാധാരണ ഇതിൽ കീറ്റോൺസ് വരുന്നത് നമ്മുടെ ബോഡിയിൽ ഈ ഫാറ്റിനെ എടുത്ത് മെറ്റബോളൈസ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് പാർട്ട് ഉണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ബോഡി ഈ ഫാറ്റിനെ എടുത്ത് ഈ റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ടുള്ള ഫാറ്റിനെ എടുത്ത് മെറ്റബോളൈസ് ചെയ്ത് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ചില ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നതാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായും അസിറ്റോൺ ഉണ്ട്, അസിറ്റിക് ആസിഡ് ഉണ്ട്, അസിറ്റോബുട്രിക് ആസിഡ് എന്ന് പറയുന്ന മൂന്നെണ്ണമാണ് ഇതിനകത്ത് പ്രധാനം. എല്ലാത്തിനും ഒരു അസിറ്റോണിന്റെ സ്മെല്ലാണ്. അതുകൊണ്ടാണ് അസിറ്റോൺ ബോഡി എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് എന്ന് പറയും. ഇത് യൂറിനിൽ അപ്പിയർ ചെയ്യുക. ഇപ്പൊ യൂറിനിൽ ഒരു അസിറ്റോണിന്റെ സ്മെല്ലുണ്ട്. നിങ്ങൾ ഈ നെയിൽ പോളിഷ് റിമൂവർ കണ്ടിട്ടില്ലേ? അതാണ് അസിറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് പോയിസണസ് ആണ്. അപ്പൊ ആ ഒരു സ്മെല്ല് യൂറിനിൽ വരികയാണെങ്കിൽ അത് അസിറ്റോന്യൂറിയ അല്ലെങ്കിൽ കീറ്റോന്യൂറിയ എന്നൊക്കെയാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ ബോഡി സ്റ്റാർവ് ചെയ്യുന്ന സമയത്താണ്. ഒരാൾ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ ബോഡി ഫാറ്റ് എടുത്ത് ബോഡി മെറ്റബോളൈസ് ചെയ്ത് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിലാണ് കീറ്റോൺ ബോഡീസ് ബോഡിയിൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഡയബറ്റീസ് പേഴ്സത്തിന്റെ കേസ് ഇത് തന്നെയാണ്. അയാൾക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, പക്ഷെ ബോഡി സെൽസിന് കിട്ടുന്നില്ല. സോ ഹീസ് ടേക്കിംഗ് ഫുഡ് ബട്ട് ബോഡി സെൽസ് ഈസ് സ്റ്റാർവിങ്. ആ ഒരു സിറ്റുവേഷനിൽ ബോഡി സെൽസ് വിൽ ബി യൂട്ടിലൈസിങ് ഹിസ് ഫാറ്റ് മെറ്റീരിയൽ, ഹിസ് റിസർവ് ഫാറ്റ് സെൽസിനെ എടുത്ത്
കൺവേർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ഈ കീറ്റോൺ ബോഡീസിന്റെ വരുന്നത്. ദെൻ ഫ്രീക്വന്റ് യൂറിനേഷൻ, നിങ്ങൾക്ക് അറിയാം ഡയബറ്റീസിന്റെ ഒരു മെയിൻ സിംറ്റംസിൽ ഒന്നാണ്. എന്ന് വെച്ചാൽ എപ്പോഴും യൂറിനേറ്റ് ചെയ്തുകൊണ്ട് അത് ഡയബറ്റീസ് ആണോ, ചിലർക്ക് ഹാബിറ്റ് ആയിരിക്കാം. അത് നമ്മുടെ നോർമൽ ഒരു ഹാബിറ്റിൽ നിന്ന് ഒരുപാട് വേരിയേഷൻ വരികയാണെങ്കിൽ അതിന് മാത്രമാണ് ഒരാള് ഓരോരുത്തരെ ദിവസം എത്ര തവണ യൂറിനേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം. അതിൽ നിന്ന് വളരെയധികം വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രമേ then it is considered as a symptom of diabetes. അത് അങ്ങനെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഡയബറ്റിസ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊന്നും കഴിക്കാതെ ഒരു ക്ലിനിക്കിൽ ജോലി ചെന്ന് ബ്ലഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കിട്ടും. അത് ചെക്ക്. നിങ്ങളുടെയും പ്രായത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം സാധാരണ ഒരു വരാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. അപ്പൊ പക്ഷെ പ്രായമാവുന്നതോളാണ് ഒരു 10, 40, 45 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു ആഫ്റ്റർ 40 എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ നമ്മുടെ എഞ്ചിൻ മെയിൻ്റനൻസിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഒരു 50 കഴിയുമ്പോഴേക്കും പിന്നെയും നമുക്ക് കുറെ കൂടി ശ്രദ്ധ വേണ്ടി വരും. ഓരോ 5 years കൂടുന്തോറും നമ്മുടെ സർവീസ് കോസ്റ്റ്, എഞ്ചിന്റെയൊക്കെ സർവീസ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പലപ്പോഴും ഒത്തിരി അധികം മരുന്നുകൾ നമ്മൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. പക്ഷെ എല്ലാ മരുന്നുകളും, എന്ത് മരുന്ന് കഴിച്ച്, ഇപ്പൊ കൊളസ്ട്രോളിനുള്ള മരുന്നാണെങ്കിലും ബ്ലഡ് പ്രഷറിനുള്ള മരുന്നാണെങ്കിലും ഹാർട്ടിനുള്ള, എല്ലാത്തിനും എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പൊ ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ ചില സിസ്റ്റത്തിന് അത് വേറെ രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ബോഡിയെ വിത്തൗട്ട് മച്ച് മെഡിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ that is ideal. Then extra ബ്ലഡ് വിഷൻ. ഡയബറ്റീസിന്റെ ഗ്ലൂക്കോസ് ഇത് കണ്ണിന് എഫക്ട് ചെയ്യും. അപ്പോഴാണ് വിഷൻ ഡാമേജ് ഉണ്ടാകും. ചില കേസിൽ ഡയബറ്റിസ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് റെറ്റിന ഡാമേജ് ആയിപ്പോ ആൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡാമേജ് ടു ദ റെറ്റിന ഓർ ഡാമേജ് ടു ദ റോഡ് സെൽസ് ഓഫ് ദ റെറ്റിന. ഇതാണ് ഡയബറ്റിസ് റെറ്റിനോപ്പതി. അപ്പൊ ഡയബറ്റിസ് എവിടെ, ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റിസ് സത്യം പറഞ്ഞൊരു മെനകെട്ട രോഗമാണ്. അത് എല്ലാ സിസ്റ്റത്തെയും എഫക്ട് ചെയ്യും. അത് നമ്മുടെ ബ്രെയിനെ എഫക്ട് ചെയ്യാം, കണ്ണിന് സർക്കുലേറ്ററി സിസ്റ്റത്തെ എഫക്ട് ചെയ്യാം, റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യാം. എല്ലാ സിസ്റ്റത്തെയും അത് എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡയബറ്റിസ് അത് ഒരു മെനകെട്ട രോഗമാണെന്ന് ഞാൻ പറഞ്ഞതിന് കാരണം അതാണ്. അത് വന്നു കഴിഞ്ഞാൽ മഹാമെനക്കേടാ. Then the source that don't heal, extreme fatigue. അതായത് എക്സ്ട്രീം ഫറ്റീഗ് വരാനുള്ള കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല. അതാണ് എക്സ്ട്രീം ഫറ്റീഗ്, തളർച്ച വരാനുള്ള കാരണം. ദെൻ സോഴ്സ് ദാറ്റ് ഡോണ്ട് ഹീൽ. അത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് വരുന്നവരുടെ കൈയും കാലൊക്കെ മുറിച്ച് കളഞ്ഞതായിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് വരുന്ന പേഷ്യന്റിന് ബ്ലഡിന്റെ പമ്പിങ് ഇത്തിരി കുറയും. അതായത് അങ്ങനെ വന്നതിൻ്റെക്കും നമ്മുടെ ഈ കാലിന്റെ അറ്റത്തോട്ടും കൈയുടെ അറ്റത്തോട്ടും ഒക്കെ ബ്ലഡ് ശരിയായ രീതിയിൽ എത്തിച്ചേരാതെ വരും. അങ്ങനെ ബ്ലഡ് എത്തിച്ചേരാത്തത് കൊണ്ടാണ് അവിടെ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മുറിവ് പെട്ടെന്ന് ഹീലാവാത്തതിന് പ്രധാനപ്പെട്ട കാരണം. നിങ്ങൾക്കറിയാം ചില ആളുകളിൽ ഡയബറ്റിസ് വന്ന് കാലൊക്കെ മുറിച്ച് കളയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ദ ബ്ലഡ് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് മേ നോട്ട് ബി റീച്ചിങ് ദർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ബ്ലഡ് വരുന്നില്ല. നിങ്ങൾ ബോഡി ടെമ്പറേച്ചർ, കൈയിലെ ടെമ്പറേച്ചർ, കാലിലെ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയേ, നമ്മുടെ കോർ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയുടെ സെന്ററിലുള്ള ടെമ്പറേച്ചർ. ഡയബറ്റീസിന്റെ കേസിൽ സോഴ്സ് മുറിവുകളൊക്കെ വന്നിട്ട് ഹീൽ ചെയ്യാത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ബ്ലഡ് വേണ്ടത്ര സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിൽ കാലിലോട്ടൊക്കെ എത്തിച്ചേരാത്തതുകൊണ്ട്. ബ്ലഡ് എത്തിയില്ലെങ്കിൽ എന്താ പറയുക, ബ്ലഡ് ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ക്ലോട്ടിങ്ങിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പൊ സഫീഷ്യന്റ് ബ്ലഡ് വന്നില്ലെങ്കിൽ ക്ലോട്ടിങ് ശരിയായ രീതിയിൽ വരില്ല. മാത്രമല്ല ഹീൽ ആവുന്ന പ്രോസസ്സ് അതും ശരിയായ രീതിയിൽ നടക്കത്തില്ല. അതാണ് ഡയബറ്റിസ് പേഷ്യൻസിൽ കാലൊക്കെ മുറിച്ച് കളയുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ വരുന്നത്. ദെൻ ഹൈ ബ്ലഡ് പ്രഷർ. ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ് ഡയബറ്റിസിന്റെ കേസിൽ. അപ്പൊ അതൊരു പ്രോബ്ലമാണ് ഡയബറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ, ഗം ആൻഡ് സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ വജൈനൽ ഇൻഫെക്ഷൻ, യൂറിനറി ബ്ലാഡർ ഇൻഫെക്ഷൻ. ഇവിടെ എല്ലാം കാരണം ഇതെല്ലാം ഡയബറ്റിസ് കൂടി കഴിയുമ്പോൾ ഈ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കൂടുതലായി ബ്ലഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത്തരം ഭാഗങ്ങളിലെല്ലാം ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതും ഇപ്പൊ അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഡയബറ്റീസിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത്, വാട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ക്യാൻ പീപ്പിൾ വിത്ത് ഡയബറ്റീസ് ഡെവലപ്പ്? എന്തെല്ലാമാണ്? ഓൾറെഡി നമ്മൾ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞതാണ്. ഹാർട്ടിനെ എഫക്ട് ചെയ്യാം, അത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വരുന്നത്, സ്ട്രോക്ക് നമ്മുടെ ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അതായത് ബ്രെയിനിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിൽ പൊട്ടിപ്പോവുക, എന്നിട്ട് ആ ബ്ലഡ് എല്ലാം ബ്രെയിനിലോട്ട് ലീക്കായി പോവുക. അപ്പൊ ബ്രെയിനിന്റെ കുറച്ച് പാർട്ട് ചിലപ്പോൾ ഡെഡ് ആയി പോകും. അങ്ങനെ ഡെഡ് ആയി പോകുമ്പോഴാണ് ആ പേഴ്സണ് ആ ബ്രെയിനിന്റെ ആ പാർട്ട് കൺട്രോൾ ചെയ്യുന്ന ബോഡി പാർട്ട് ചിലപ്പോൾ എന്താണ് പാരലൈസ്ഡ് ആയി പോകും. അവർക്ക് ചിലപ്പോൾ കൈയോ കാലോ അനക്കാൻ പറ്റാത്ത, ശരീരത്തിന്റെ ഒരു സൈഡ് അനക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതൊക്കെയാണ് സ്ട്രോക്കിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ദെൻ കിഡ്നി ഡിസീസ്. ഡയബറ്റീസും കിഡ്നിയും തമ്മിൽ ഭയങ്കര റിലേഷൻ ഉണ്ട്. ഡയബറ്റീസ് അപ്പൊ കിഡ്നീനെ എഫക്ട് ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ഹൈ ബ്ലഡ് പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്. ഐ പ്രോബ്ലംസ്, അത് ഞാൻ നേരത്തെ ഡയബറ്റീസ്, റെറ്റിനോപ്പതി, ഡെന്റൽ പ്രോബ്ലംസ്, നമ്മുടെ പല്ലിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന, കണ്ണിന്റെ മോണേനെ എഫക്ട് ചെയ്യുന്ന പ്രോബ്ലം ഉണ്ട്. നെർവ് ഡാമേജ് ഉണ്ട്. ദെൻ ഫുഡ് പ്രോബ്ലംസ്, അതായത് കാലിലോട്ടുള്ള ബ്ലഡ്, അതെല്ലാത്തിനും പ്രധാനമായ കാരണം ബ്ലഡ് സപ്ലൈയിൽ വരുന്ന വേരിയേഷൻ ആണ്. അതാണ് ഇത്തരം മറ്റുള്ള പ്രോബ്ലംസ് എല്ലാം ഡയബറ്റീസിന്റെ കേസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2000 WHO ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്, ഏതാണ്ട് 171 മില്യൺ പീപ്പിൾ, എന്ന് വെച്ചാൽ 17 കോടി ജനങ്ങൾക്ക് വേൾഡ് വൈഡ് ഇതുണ്ടെന്നാണ്. അതായത് നിയർലി 3% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ സഫറിങ് ഫ്രം ഡയബറ്റീസ് എന്നുള്ളതാണ് WHO ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയില് വേൾഡ് വൈഡ് ആണ് 3%. ഇന്ത്യയിൽ 10%-ന് മുകളിലാണ് എന്ത് വന്നാലും. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ആസ് ദ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസുകളിൽ ഒന്നാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഡയബറ്റീസിന്റെ കേസിലുണ്ട്. അപ്പൊ ഡയബറ്റീസ് എടുത്തു കഴിഞ്ഞാല് ഡയബറ്റീസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസിന്റെ കേസിൽ പ്രധാനമായിട്ടുള്ള ഒരു പ്രോബ്ലം ഇതാണ്. ഡയബറ്റീസ് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ് നമ്മുടെ എല്ലാ നാട്ടില്. അപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഒരു ജീവിത രീതി തന്നെയാണ്. നമ്മളെ ജീവിത രീതിയിൽ നമ്മൾ വരുത്തേണ്ട കുറേയധികം ക്രമീകരണങ്ങൾ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ടോപ്പിക്, നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റുകളായിട്ട് കൂടി ഇത്തരം ഒരു ടോപ്പിക്കൊക്കെ പഠിക്കാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത് ഇതിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ഹെൽത്ത് കാരണം നമ്മള് ബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഹെൽത്ത് ആണ് പ്രധാനം. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യത്തെ ഒരു ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറയുന്നത് എന്താ പറയാ, ഓടിയും ചാടിയും ഒക്കെ നടക്കാനുള്ള പഴയ മനുഷ്യന്റെ ജീവിത രീതിയായിരുന്നു. കുറെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വേട്ടയാടിയും. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് എന്നാണ് മനുഷ്യന്റെ ആദ്യകാല ജോലിയെ കുറിച്ച് പറയുന്നത്. ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഫിസിക്കൽ ലേബർ ആവശ്യമായിട്ടുള്ളതാണ്. ഗാദറിങ് ഓഫ് ദ സീഡ്സ് ഓർ ഗാദറിങ് ഓഫ് ദ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താ, അതും കുറേയധികം അലഞ്ഞു തിരിഞ്ഞിട്ട് നടന്ന് കഷ്ടപ്പാട് ഒത്തിരിയുള്ള ഒരു ജോലിയാണ്. ഈ രീതിയിലായിരുന്നു മനുഷ്യന്റെ ജീവിത രീതി. ഇങ്ങനെ ജീവിക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് മനുഷ്യൻ മാറി കുറേയൊക്കെ ഒരു സെഡന്ററി ജോബുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അതിൻ്റെതായ ഒരു സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ ഈ കാണുന്ന പല ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്താലും മാത്രമേ നമുക്ക് ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നോക്കിയാൽ ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ ഏകദേശം the greatest increase of diabetes are expected to occur in Asia and Africa, where most patient will be probably 2030. അതായത് നിങ്ങളൊക്കെ ഒരു വലുതായി കഴിയുമ്പോഴേക്കും ഡയബറ്റീസിന്റെ ഒരു സാധ്യത ഇനിയും കൂടി വരും എന്നാണ്. ഒരു 10 വർഷം കൂടി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എത്ര ഏജ് ആവും എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ആ ഒരു
സമയം തൊട്ടൊക്കെയാണ് ഡയബറ്റിസ് പിന്നെയും കൂടിയാണ് ഡയബറ്റിസ് വരുന്നത്. അപ്പോ ഇതാണ്, അതുകൊണ്ട് അത് നമുക്ക് കുറയ്ക്കാനുള്ള മാർഗം ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെസ്റ്റേൺ സ്റ്റൈൽ ഡയറ്റ്, ഇത് നമുക്ക് കഷ്ടകാലത്തിന് നമ്മൾ പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യുന്നത് പലപ്പോഴും വെസ്റ്റേൺ നേഴ്സിനെ നമ്മൾ ചില കാര്യത്തില് ബ്ലൈൻഡ് ആയിട്ട് അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരു രീതിയിൽ അവരുടെ ഫുഡിന്റെ പ്രത്യേകതകളും അവരുടെ ഡ്രസ്സിങ്ങിന്റെ പ്രത്യേകതകളും അവര് ചെയ്യുന്ന അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഉന്നതി കിട്ടി എന്താണ് ഡെവലപ്മെന്റ് ആയി എന്നൊരു ധാരണ എന്തുകൊണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഇത്തരം പ്രോബ്ലംസ് വരുന്നതും. ഓരോ സമൂഹത്തിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും അതിൻ്റെതായ പണ്ട് തൊട്ടേ ഉള്ള ചില രീതികളുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി, ആ രീതികളിൽ തന്നെ നമ്മൾ തുടർന്നു പോകുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, അതിനൊന്നും ഭയങ്കര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ നിന്നും ഒത്തിരിയധികം ഇപ്പൊ ചിക്കനും ബീഫും മറ്റുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ അത് കൂടുതലായിട്ട് കൺസ്യൂം, മറ്റു പഴയ ആളുകൾ ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു അളവ്, അതിലൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല ഈ പറഞ്ഞ ചിക്കനൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന പോലെ അത്ര എളുപ്പത്തിലൊന്നും കിട്ടാൻ സാധ്യതയുമില്ലായിരുന്നു. കാരണം വീടിന്റെ അടുത്തുള്ള ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. അതല്ലാണ്ട് ഇങ്ങനെ മാർക്കറ്റിൽ അവിടെ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം പണ്ട് അത്രയും കോമൺ ആയിരുന്നില്ല. ഇന്നാണ് ഇപ്പൊ ഇത് വലിയ തോതിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തിനെ ദോഷകരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ ഡയബറ്റിസിന്റെ കേസിൽ നമുക്ക് പറയാനായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ.